ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 20-21 വാക്യങ്ങൾ അധികരിച്ചാണ്. മത്തായി 11-ന്റെ 20-21 വാക്യങ്ങൾ. പിന്നെ അവൻ തൻ്റെ വീര്യപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടാകിയാൽ അവയെ ശാസിച്ചു തുടങ്ങി. കോരസീനെ, നിനക്ക് ഹാ കഷ്ടം! ബേത്സയിദേ, നിനക്ക് ഹാ കഷ്ടം! നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവമക്കളല്ലാത്തവർ ജ്ഞാനത്തെ നിഷേധിക്കുന്നതിനെ കാണിക്കാനായി ഈ ഒരു ഭാഗം നമ്മളെ സഹായിക്കുന്നു. തൻ്റെ വീര്യപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങളെ ശാസിച്ചത് കാണാൻ കഴിയുന്നു. അവർ മാനസാന്തരപ്പെട്ടില്ല. അത്ഭുത പ്രവർത്തികളൊന്നും മാനസാന്തരം ഉളവാക്കുന്നതിന് കാരണമല്ല എന്ന് ഒരു ദൃഷ്ടാന്തമായി ഈ വേദഭാഗം നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെയുള്ള പട്ടണങ്ങളെ ശാസിക്കുന്നതായി മത്തായി രേഖപ്പെടുത്തുന്നു. ഈ ശാസനത്തിൽ ആദ്യം വരുന്നത് കോരസീനും ബേത്സയിദുമാണ്. ഈ പട്ടണങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ എന്തായിരുന്നു എന്ന് പൂർണ്ണമായ ഒരു രേഖ നമുക്ക് ലഭിക്കുന്നില്ല. എന്നാൽ ബേത്സയിദ അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും ഫിലിപ്പോസിൻ്റെയും പട്ടണമായി പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 1-ാം അധ്യായത്തിലും 12-ാം അധ്യായത്തിലും അതുണ്ട്. ഇത് കർത്താവ് 5000 പുരുഷന്മാരെ ഇഞ്ചപ്പം കൊണ്ട് പോഷിപ്പിച്ചതിന് എതിരെയുള്ള സ്ഥലമാണ്. കോരസിൻ്റെയും ബേത്സയിദയുടെയും കപർന്നഹൂമിൻ്റെയും പാപം അവർ മൗനം അവലംബിച്ചു എന്നതാണ്. അവർ തെറ്റ് ചെയ്തതായിട്ടൊന്നും കാണുന്നില്ല. എന്നാൽ കർത്താവിൻ്റെ പ്രവർത്തനത്തിന് അനുകൂലമായി അവർ പ്രതികരിക്കുന്നില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ മുൻപിൽ അനുകൂലമോ പ്രതികൂലമോ ആയ നിലപാട് സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഒരുവൻ ശലോമോനെ പോലെ ജ്ഞാനിയാണെങ്കിലും ശിശു സഹജമായ നിഷ്കളങ്കത അവനില്ലാത്ത പക്ഷം അവൻ പ്രയോജനപ്പെടുന്നില്ല എന്നതും വാസ്തവമാണ്. കർത്താവ് ഈ പട്ടണങ്ങളിൽ ചെയ്ത വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും ചെയ്തിരുന്നു എങ്കിൽ പണ്ട് തന്നെ അവർ മാനസാന്തരപ്പെടുമായിരുന്നു. സോരും സീദോനും 2 മൈലിൽ കൂടുതൽ അകലമുള്ള സ്ഥലങ്ങളല്ല. സീദോനെക്കുറിച്ച് ബൈബിളിൽ ആദ്യം പറയാൻ കാരണം ഒരുപക്ഷെ അതായിരിക്കും. ആദ്യമായി പ്രശസ്തി സമ്പാദിക്കുന്നത് ഈ ഒരു പ്രതിപാദ്യം കൊണ്ടാണ്. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 9-ഉം 15-ഉം വാക്യങ്ങളിലും യോശുവ 11-ന്റെ 8-ലുമൊക്കെ സോരിനെ കുറിച്ച് നമ്മൾ കാണുന്നു. സോരിനെ കുറിച്ച് ആദ്യം കാണുന്നത് യോശുവ 19-ന്റെ 21-ലാണ്. ഈ 2 പട്ടണങ്ങളെയും പലപ്പോഴും ഒന്നിച്ച് പറഞ്ഞു വന്നിരുന്നു. സീദോന്യർ മരവ്യ വ്യവസായത്തിൽ നിപുണരാണ്. ശലോമോന്റെ ദേവാലയത്തിന് ആവശ്യമുള്ള ദേവദാരു സോരിലും സീദോനിലും ഉള്ളവരാണ് ദാവീദിന് കൊടുത്തത്. ദിനവൃത്താന്ത പുസ്തകങ്ങൾ 1, അതായത് 1 ദിനവൃത്താന്തം 22-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. സീദോന്യ സ്ത്രീകൾ തങ്ങളുടെ ദേവിയെ നമസ്കരിപ്പാൻ ശലോമോനെ പ്രേരിപ്പിച്ചതായി രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണും. ആഹാബിൻ്റെ ഭാര്യയായിരുന്ന ഇസബേൽ സീദോൻ രാജാവിൻ്റെ പുത്രിയായിരുന്നു. എസക്കിയേൽ 20-ാം അധ്യായത്തിൽ സോരിൻ്റെയും സീദോൻ്റെയും ന്യായവിധിയെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ യേശു സോരിൻ്റെയും
സീദോന്റെയും തീരത്തുകൂടെ കടന്നുപോയി. കർത്താവ് പറയുന്നു, ഇത് നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികളിൽ അവിടെ നടന്നിരുന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടുമായിരുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന കർത്താവിൻ്റെ കരുണയും സാന്നിധ്യവും അതിനെ നമ്മൾ ആവോളം സ്വീകരിക്കുന്നില്ല എങ്കിൽ ഒരു ന്യായവിധി തീർച്ചയായും ഉണ്ടാകും. പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുന്ന കുട്ടികൾക്ക് അതിൻ്റെ ഭാഗങ്ങൾ നൽകി ഇന്നതിന്നത് വരും എന്ന് പറയുമ്പോൾ പോലും അതിനെ ഗൗരവമായി എടുക്കാതിരുന്നാൽ ഒരു തോൽവി ഉണ്ടാവും. അതുപോലെയാണ് കർത്താവ് ഈ ഒരു വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ അവരിൽ സീദോനിലും സോരിലും ഒക്കെ നടന്നിരുന്നെങ്കിൽ അവർ പണ്ടേ മാനസാന്തരപ്പെടുമായിരുന്നു. അപ്പോൾ നമുക്ക് വലിയ കരുണയുടെയും കൃപയുടെയും കനിവിൻ്റെയും ആനുകൂല്യം കർത്താവ് നൽകുന്നുണ്ട്. അതിൽ നമ്മൾ സന്തോഷിക്കുന്നതിനും അതിനെ സ്വീകരിക്കുന്നതിനും മാനസാന്തരപ്പെടുന്നതിനും മനസ്സുണ്ടാവണം. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, പുതിയ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി നൽകിയല്ലോ. നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് നൽകുന്ന കരുണ, കൃപ എല്ലാം ദാനമായി അംഗീകരിക്കുകയും അതിനോട് പ്രതികരിപ്പാനും സ്വീകരിപ്പാനും വിധേയപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞങ്ങളെ താങ്ങിക്കൊള്ളണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നമ്മോടുകൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.